ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോന 3-ാം ദിവസം മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും പുറത്തു വന്നു. നിനവേക്കാരോട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസംഗിച്ചു. 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലനാശമാകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവർ അത് കേട്ട് പാപവഴികളെ ഉപേക്ഷിച്ചു. ദൈവം അവരെ രക്ഷിച്ചു. അതുപോലെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും ദൈവം കരുണ കാണിക്കുന്നുവെന്ന് യോനയ്ക്ക് മനസ്സിലാകുന്നില്ല. അധ്യായം 4-6 മുതൽ 8 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ വെയിൽ കൊണ്ട് ക്ഷീണിച്ച് യോനയെ ദൈവം ഒരു ആവണക്ക് ചെടിയുടെ തണൽ കൊടുത്ത് ആശ്വസിപ്പിക്കുന്നു. എന്നാൽ കോപത്താൽ അന്ധനായ യോന 8-ാം വാക്യത്തിൽ വീണ്ടും മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം യോന നിനവേക്കാരുടെ നാശം ആഗ്രഹിച്ചു. അവന് കിട്ടിയ തൽക്കാല തണൽ സാന്ത്വനം ദൈവം പെട്ടെന്ന് മാറ്റി. അവനത് മനസ്സിലായി. അതവന് നാണക്കേട് പോലെയായി. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് ദൈവത്തോട് തന്നെ പറയുന്നു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ട് വിശ്വസിച്ചു. നിനവേക്ക് രക്ഷ വന്നു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം ശിഷ്യന്മാരെ അനേക ഉപദേശങ്ങളാൽ ധൈര്യപ്പെടുത്തി ഭൂലോകത്തിലെല്ലാം പോയി തൻ്റെ സാക്ഷികളാകാൻ അവരോട് കൽപ്പിച്ചു. ശിഷ്യന്മാരിലൂടെ വിശ്വസിക്കുന്നവരിലൂടെ ദൈവം തൻ്റെ അരുളപ്പാടുകൾ ഇന്നും ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും നിത്യജീവന് വേണ്ടി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അത് കേട്ട് അനുസരിക്കുന്നവർ രക്ഷിക്കപ്പെടും. യോനയുടേതിന് സമാനമായ ഒരു സംഭവം പുതിയ നിയമത്തിൽ കാണാം. അപ്പോസ്തലപ്രവൃത്തികൾ 10:28. വിശുദ്ധ പത്രോസ് പറയുന്നു, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുത് എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇവിടെ പത്രോസിനും ദൈവത്തിൻ്റെ വെളിപ്പാട് കിട്ടിയെങ്കിലും അന്യജാതിക്കാരുടെ അടുത്തേക്ക് രക്ഷാദൂതമായി പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ പത്രോസിനെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് അടയാളം കൊടുത്ത് ബലപ്പെടുത്തി അവനെ അതിനായി ഒരുക്കി. അവൻ ദൈവത്തെ അനുസരിച്ചു. 10:34. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പത്രോസ് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു. ഈ കൃപായുഗത്തിലെ പുതിയ നിയമം അവിടെ ആരംഭിച്ചു. ന്യായപ്രമാണവും പ്രവാചകന്മാരും പഴയ നിയമത്തിൽ പഠിപ്പിച്ചത് ഈ സംഭവത്തിലൂടെ യാഥാർത്ഥ്യമായി. യഹൂദന്മാരല്ലാത്തവർക്കും സ്വർഗം അവകാശമായി. ദൈവം യോനയുടെ കാലത്തിൽ എന്ന പോലെ തന്നെ ഇപ്പോഴും പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ ദാനം ആയി ലഭിച്ചു. ജാതികളായ നമുക്കും വിശ്വാസത്താൽ നീതീകരണം ലഭിച്ചു. യോനയുടെ പ്രസംഗം കേട്ട് 1,00,000-ൽ പരം ജനങ്ങളും അനേക ജീവികളും രക്ഷപ്പെട്ടതുപോലെ വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെ കൃപയുടെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം അനേകർ കേട്ടു. അപ്പോസ്തലപ്രവൃത്തി 2:40-41 വരെ. ഈ വക്രതകളുടെ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. രക്ഷ അധികം ഉറപ്പാക്കുവാൻ നമുക്ക് വചനം എഴുതി നമ്മുടെ ഭാഷകളിൽ ലഭിച്ചു. അത് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.